വെൽക്കം ബാക്ക്. സോ നമ്മുടെ SSC CGL എക്സാമിനേഷനായിട്ട് കുട്ടികളെല്ലാവരും തന്നെ തകർത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ ഇത്. സോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ആസ്പിരൻസ് കമന്റ്സ് വഴിയും എല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ SSC CGL എക്സാമിനേഷന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് എയിം ചെയ്യേണ്ടത് പ്രിലിംസ് എക്സാമിനേഷനിൽ. ഇപ്പോഴും പ്രിലിംസ് എക്സാമിനേഷന്റെ പാറ്റേണിലും മാർക്കിങ്ങിലും ഒക്കെ കൺഫ്യൂഷൻ ഉള്ള ഒട്ടനവധി ആസ്പിരൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്യാൻ പോവാണ്, അലോങ് വിത്ത് ദ പ്രോപ്പർ കട്ട് ഓഫ് അനാലിസിസ്. എന്താണ് കട്ട് ഓഫ് അനാലിസിസ് എങ്ങനെ ചെയ്യണം, കട്ട് ഓഫ് അനാലിസിസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, എയിം ചെയ്യാവുള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എയിം ചെയ്യേണ്ടത് ഇത്ര മാർക്കാണ്, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള ഒരു കാര്യം. അപ്പം വിതൗട്ട് എനി ഡിലേ നമുക്ക് തുടങ്ങാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ആസ്പിരൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ആസ്പയർ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ ലെവൽ വിൽ ബി ഡെഫിനറ്റ്ലി ഹൈ. അപ്പം അങ്ങനെ ഒരു കേസിലാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ക്വാളിഫയിങ് ആണ്, എല്ലാ പരീക്ഷയും ക്വാളിഫയിങ് ആയിരിക്കും. പക്ഷെ ആ ഒരു ക്വാളിഫയിങ് മാർക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 20 lakhs ആസ്പിരന്റ് ആണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻസിലേക്ക് ഈ 20 lakh ആസ്പിരൻസിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ 20 lakhsൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 8 lakhs അല്ലെങ്കിൽ 10 lakhs കാൻഡിഡേറ്റ്സ് ആയിരിക്കും പ്രിലിംസ് എഴുതാനായിട്ട് പോകുന്നുണ്ടാകുക. അപ്പോൾ ബാക്കി ഒരു 10-11 lakhs ഓഫ് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ബെസ്റ്റ് ആൻഡ് ടോപ്പ് ലെവൽ പ്രിപ്പറേഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രം അവർക്ക് എന്ത് ചെയ്യണം, മെയിൻസിലേക്ക് എടുക്കണം. അതിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കട്ട് ഓഫ് മാർക്സ് എന്ന് പറയുന്നത്. കുറച്ച് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ കട്ട് ഓഫ് ഒരു മാർക്ക് കാണും, ആ മാർക്കോ അതിന് മുകളിലേക്ക് മാർക്കുള്ള ആസ്പിരൻസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, മെയിൻസ് എഴുതാനായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുക. എനിവേസ് SSC CGL എക്സാമിനേഷന് 2 സെലക്ഷൻ സ്റ്റേജസ് ആണ് ഉള്ളത്, പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്, പ്രിലിംസിനെയാണ്. കാരണം പ്രിലിംസ് കഴിഞ്ഞ് പ്രിലിംസിലെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് മെയിൻസിലേക്കുള്ള നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പ്രിഫറൻസസ് പ്രിലിംസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കട്ട് ഓഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കട്ട് ഓഫ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ടൈം ഫ്രെയിമിലെ ആണെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ 2021 to 2025 വരെയുള്ള ഒരു കട്ട് ഓഫ് അനാലിസിസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ്, ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെയിൻലി കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് വേക്കൻസി. വേക്കൻസി ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദ കട്ട് ഓഫ് ദ എക്സാമിനേഷൻ എന്ന് പറയാം. അപ്പൊ വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു എക്സാമിനേഷൻ, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇപ്പൊ CGL ആയിക്കോട്ടെ, CGLന്റെ വേക്കൻസീസ് നല്ല കൂടുതലാണെന്നിരിക്കട്ടെ, ഇപ്പൊ ഒരു 36,000 റേഞ്ചിലൊക്കെ വേക്കൻസീസ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സിനേറിയോ വരുമ്പോഴത്തേക്കും നമ്മുടെ കട്ട് ഓഫ് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ വരുന്നത്. വേക്കൻസീസ് കൂടുതലാണെങ്കിൽ എപ്പോഴും കട്ട് ഓഫ് കുറഞ്ഞു തന്നെ നിൽക്കും. ഓക്കെ, അതേസമയം വേക്കൻസീസ് ഇനി കുറവാണെങ്കിൽ എന്തായിരിക്കും, കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റർ ആവും, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ കട്ട് ഓഫ് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും അങ്ങനെയുള്ള ഒരു കേസില്ല. സോ ഇപ്പൊ വേക്കൻസിയും കട്ട് ഓഫും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി വേക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ ദ എക്സാമിനേഷൻ. അതും ഇതുപോലെ നമ്മുടെ ഇതിനെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളെങ്കിൽ കട്ട് ഓഫിനെ വലുതായിട്ടത് അഫക്റ്റ് ചെയ്യത്തില്ല. അതേസമയം ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് സ്ലൈറ്റ്ലി കൂടാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു ഫാക്ടർ ആയിട്ട് വരുന്നൊരു കാര്യമാണ്, അപ്പൊ നമ്മൾ നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞു, അതുപോലെ നമ്പർ ഓഫ് ആസ്പിരൻസ് അപ്ലൈയിങ് ദ എക്സാമിനേഷൻ പറഞ്ഞു. നെക്സ്റ്റ് തിങ് ഇസ് ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ എക്സാമിനേഷൻ. ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഒരു ദിവസത്തിൽ തന്നെ പല ഷിഫ്റ്റുകൾ, ഐഡിയലി 4 ഷിഫ്റ്റുകളിലായിട്ടൊക്കെ ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഒട്ടനവധി കാൻഡിഡേറ്റ് ആണ് വിവിധ ഷിഫ്റ്റുകളിൽ പരീക്ഷ എഴുതുന്നത്.
ഈ എല്ലാ ഷിഫ്റ്റിന്റെയും ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. ചില ഷിഫ്റ്റ് നല്ല എളുപ്പമായിരിക്കും, ചില ഷിഫ്റ്റ് മോഡറേറ്റ് ആയിരിക്കും, ചിലത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായിരിക്കും. അതിലും ഡിഫിക്കൽട്ടി ലെവൽ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു സെക്ഷനിൽ ഇംഗ്ലീഷ് നല്ല സിമ്പിൾ ആയിരിക്കും, അതേസമയം അടുത്ത ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ മാത്സ് എന്തായിരിക്കും, നല്ല പാടായിരിക്കും. ഇംഗ്ലീഷ് ഒരു മോഡറേറ്റ് ലെവലും ആയിരിക്കും. അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ മാത്സ് നല്ല എളുപ്പമായിരിക്കും, ഇംഗ്ലീഷ് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇങ്ങനെയാണ് ആ അക്രോസ് ഡിഫറെന്റ് സെക്ഷൻസിന്റെ എക്സാമിനേഷൻ ഡിഫിക്കൽട്ടി ലെവൽ വേരി ചെയ്യുന്നത്. ചില ഷിഫ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം എളുപ്പം, GK മാത്രം എളുപ്പം, ബാക്കി മൂന്നും QA ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും നല്ല കട്ടിയായിരിക്കും. ചില ഷിഫ്റ്റിൽ എല്ലാം ഈസി ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. എനിവേസ്, ഏറ്റവും പാടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് കാണും. ആ ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഒരു 10 to 15 മാർക്സ് ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നോർമലൈസേഷൻ മാർക്സ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ പാടായിട്ടുള്ള ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അവർക്ക് നല്ല ആക്യുറസിയോടുകൂടി അവർ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രിലിംസ് ക്ലിയർ ആകത്തില്ല എന്ന് കരുതും. ആ കുട്ടികൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് ക്ലിയർ ആവില്ല എന്ന് കരുതും. പക്ഷെ നോർമലൈസേഷൻ മാർക്ക് കൂടെ ആഡ് ആകുമ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി അവർ എക്സാം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഓരോ ഷിഫ്റ്റിന്റെയും ഡിഫിക്കൽട്ടി ലെവൽ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ കട്ട് ഓഫ് ഓഫ് ദ എക്സാമിനേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. വേറൊരു ആഡ് ഓൺ ഫാക്ടറും കൂടെ ഉണ്ട്, അതായത് കാറ്റഗറി റിസർവേഷൻ. എക്സാം എഴുതുന്ന ആസ്പിരൻസ് ഡിഫറെന്റ് കാറ്റഗറീസിൽ വരുന്നവരായിരിക്കും. ജനറൽ കാറ്റഗറി ഉണ്ടാവും, OBC ഉണ്ടാവും, SC ഉണ്ടാവും, ST ഉണ്ടാവും, അങ്ങനെ PWD ഉണ്ടാവും. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് കാൻഡിഡേറ്റ്സ് ആർ അപ്പിയറിംഗ് ഫോർ എക്സാമിനേഷൻ. ഇവരെല്ലാം കട്ട് ഓഫ് സെയിം ആയിരിക്കും? ഒരിക്കലും അല്ല. ഐഡിയലി നമ്മളൊരു പാസ്റ്റ് ഇയേഴ്സ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ജനറലിന്റെ കട്ട് ഓഫും നമ്മുടെ OBCയുടെ കട്ട് ഓഫും തമ്മിൽ അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് വരാറില്ല. ചിലപ്പം സെയിം മാർക്കിൽ തന്നെ നിൽക്കും, രണ്ട് കട്ട് ഓഫും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു 1.5 മാർക്ക് താഴെ ആയിരിക്കും OBCയുടെ കട്ട് ഓഫ് വരിക, or 3 മാർക്സ് ബിലോ ആയിരിക്കും. അങ്ങനെ അതിലും നല്ല രീതിക്ക് കുറവായിരിക്കും കമ്പയറിംഗ് വിത്ത് ദ കട്ട് ഓഫ് ഓഫ് ദ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്. STയുടെ ഒക്കെ ഒരു 5 മാർക്സ് ബിലോ, ഒരു 6 മാർക്സ്, 7 മാർക്ക്, ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് കുറവായിരിക്കും അവരുടെയൊക്കെ കട്ട് ഓഫ്സ് വരുന്നത്. അപ്പൊ ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. സോ കമ്മിങ് ഓൺ, CGLന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ഓൺ ടു ദ കട്ട് ഓഫ്, ഞാനൊരു എക്സാം ഐഡിയ നിങ്ങൾക്ക് തരാം. അതായത് പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ്, ഓൺലൈൻ എക്സാം ആണ്. നമുക്ക് 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിയസ് 2 മാർക്സ്. അപ്പം മൊത്തം 200 മാർക്കിലായിട്ടായിരിക്കും CGL പ്രിലിംസ് നടക്കാൻ പോകുന്നത്. QA മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവും, ദെൻ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഉണ്ടാവും, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവും, ആൻഡ് GK അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവും. ഈ ജനറൽ നോളജ് നിങ്ങൾക്ക് അറിയാം, കോമ്പിനേഷൻ ഓഫ് ജനറൽ നോളജ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്നൊക്കെ നമുക്ക് പറയാം GK-നെ. ഇതിൽ ഏത് സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് ഇൻ CGL എക്സാമിനേഷൻ എന്ന് ചോദിച്ചാൽ 4 സബ്ജക്റ്റുകളും അല്ലെങ്കിൽ 4 സെക്ഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളവയാണ്. കാരണം ഓരോ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ സെയിം ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിൽ നിന്നും ചോദിക്കുക. അതായത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വിഷയത്തിനും എല്ലാ സബ്ജക്റ്റിനും ഓരോ സെക്ഷനും ഒരേ മാർക്ക് തന്നെയാണ്. ഈച്ച് സെക്ഷൻ ക്യാരീസ് 50 മാർക്സ്. ഇങ്ങനെ ആകെ മൊത്തം നമുക്ക് എത്ര മിനിറ്റ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ഫോർ 100 മാർക്ക്. 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. 100 ക്വസ്റ്റ്യൻസ് ഫോർ 200 മാർക്സ്. 200 മാർക്സിനായിട്ടായിരിക്കും 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരിക. സോ ഇതാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷന്റെ ഒരു ഓവറോൾ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ഓഫ് അനാലിസിസിലേക്ക് പറയാം. അപ്പൊ 200 മാർക്കിനാണ് പ്രിലിംസ് നടക്കുന്നത് എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വർഷത്തിലെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് പ്രോപ്പർലി അനലൈസ് ചെയ്യാം. ഫസ്റ്റ്ലി 2021 ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 200 130.18 മാർക്കാണ്. അപ്പൊ ഏകദേശം ഒരു 68 ചോദ്യങ്ങൾക്കും 78 ചോദ്യങ്ങൾ, അതായത് വിച്ച് മീൻസ് ഒരു 70+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തവര് എന്താണ്, സേഫ് ആണ്. 100 ചോദ്യങ്ങളിലെ 70 ചോദ്യങ്ങൾക്ക് മേളില് 2021 അറ്റൻഡ് ചെയ്ത ആസ്പിരൻസ്, ദാറ്റ് ടു വിത്ത് 100% ആക്യുറസി അറ്റൻഡ് ചെയ്തവരൊക്കെ എന്താണ്, സേഫ് ആണ്, എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. 2022 നമുക്ക് നോക്കിയാലോ. 2022 കട്ട് ഓഫ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. 114 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. 2021 ജനറലിന്റെ കട്ട് ഓഫ് 130 ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ 130ലും കുറവായിരിക്കും OBC നോൺ
നോൺ ക്രിമി ലെയറിന്റെയും SC/ST ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2022 114 മാർക്കാണ് ജനറലിന്റെ കട്ട് ഓഫ്. അപ്പം ഈ ജനറലിന്റെ കട്ട് ഓഫിനെക്കാട്ടിലും ഒബ്വിയസ്ലി കുറവാണ് ആരുടെയൊക്കെ OBCയുടെ SC/STയുടെ ഒക്കെ വരിക. എന്തുകൊണ്ട് 2022 ഇത്രയും കുറഞ്ഞു എന്ന് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എവർ ഹൈ നമ്പർ ഓഫ് വേക്കൻസീസ് ആയിരുന്നു 2022 ഉണ്ടായിരുന്നത്. ക്ലോസ് ടു 36,000 പ്ലസ് വേക്കൻസി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്തു, കട്ട് ഓഫ് കുറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ 2021 ആൻഡ് 2022 ഡിസ്കസ് ചെയ്തു. മൂവിങ് ഓൺ ടു 2025 അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2023 ഒന്ന് അനലൈസ് ചെയ്യാം, 2024 ഒന്ന് അനലൈസ് ചെയ്യാം. 2023 150 മാർക്സ് ആണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 150 മീൻസ് അഗെയിൻ ഒരു 75 പ്ലസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരൊക്കെ സേഫ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് അവരൊക്കെ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസിൽ 75 പ്ലസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ സേഫ് ആണ് 2023. 2024 142 മാർക്സ്, അതായത് 65 ക്വസ്റ്റ്യൻസിനും 75 ക്വസ്റ്റ്യൻസിനും ഇടയിൽ 100% ആക്യുറസിയോടെ പരീക്ഷ എഴുതിയവരൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കീ ഇൻസൈറ്റ് പറയുകയാണെങ്കിൽ 2023 ഒരു ഷാർപ്പ് റൈസ് ഉണ്ടായി കട്ട് ഓഫിൽ, അല്ലെ? നമ്മൾ 2022 24 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 23 ഇതിന്റെ 2 വർഷങ്ങളുടെ ഇടയിലുള്ള വർഷം വളരെ ഹൈ ആയിട്ടുണ്ട്. കട്ട് ഓഫ് ഒരു 150 റേഞ്ചിൽ പോയിട്ടുണ്ട്. കാരണം എന്താ, ലിമിറ്റഡ് വേക്കൻസീസ് ആയിരുന്നു. ഒരു 8,000 റേഞ്ചിലായിരുന്നു വേക്കൻസീസ് ഉണ്ടായിരുന്നത്. വേക്കൻസീസ് കുറവായിരുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ കട്ട് ഓഫ് നല്ല രീതിക്കൊന്ന് കൂടി. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് 2025 ഒന്ന് കട്ട് ഓഫ് ചെയ്യാം. 2025 കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ എഗെയിൻ ഹയർ റേഞ്ചിൽ തന്നെയാണ്. 145നും 150നും ഇടയിലാണ് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നോർമലൈസേഷന്റെ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിലാണ് 2025 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഡ്യൂ ടു വേക്കൻസീസ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് അവിടെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേക്കൻസീസ് ഡിഫറെന്റ് ആയിരിക്കും വരുന്നുണ്ടാകുക, പക്ഷേ കോമ്പറ്റീഷൻ വിൽ ബി ഗെറ്റിംഗ് ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ. അപ്പൊ നല്ല രീതിക്ക് തന്നെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് മുൻപോട്ട് പോവാം. ഇനിയിപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ഓൾവേസ് ഒരു നമ്മൾ ഈ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 75 ചോദ്യങ്ങൾക്കും 85 ചോദ്യങ്ങൾക്കും ഇടയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. 80 പ്ലസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ ഫൈൻ ആയിരിക്കും. 80 ക്വസ്റ്റ്യൻസ് പ്ലസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, വെറുതെ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, 100% ആക്യുറസി നിങ്ങൾ 100% ആക്യുറസിയിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈവൻ ദോ നിങ്ങളുടെ ഷിഫ്റ്റ് നല്ല പാടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ചെയ്ത് കയറാൻ പറ്റണം എന്നില്ല. അപ്പം എന്താണ്, ഇപ്പം വീഡിയോയിൽ ഇപ്പം മിസ് പറഞ്ഞിട്ടുണ്ട് 75 ക്വസ്റ്റ്യൻസിൽ പ്ലസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ, ഞാൻ എങ്ങനെയാലും 75 ക്വസ്റ്റ്യൻസിന് മുകളിൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആസ്പിറൻസ് ആണ്. ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ നല്ല രീതിക്കാണ് പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പരീക്ഷയുടെ സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഷിഫ്റ്റ് പാടാണോ അല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പാടാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെത്താൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എടാ, നിങ്ങൾ ചെയ്ത് എത്തുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അത്രയൊക്കെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സും അത്ര തന്നെ ചെയ്ത് എത്തുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം എക്സാം പാടായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സാം പാടാണെങ്കിലും എക്സാം എളുപ്പമാണെങ്കിലും വെറുതെ കറക്കി കുത്താൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ക്യൂയുടെ റീസണിങ്ങിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഓക്കെ, ഞാൻ സോൾവ് ചെയ്തു, എനിക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ ആൻസർ തന്നെയാണ് എനിക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. 100% കറക്റ്റ് ആണ്, അത് മാർക്ക് ചെയ്യാം. ഇംഗ്ലീഷിന്റെ കേസിലും GKയുടെ കേസിലും ആണ് നിങ്ങൾ കറക്കി കുത്താൻ സാധ്യത ഭയങ്കര കൂടുതൽ. കാരണം കാൽക്കുലേറ്റ് ചെയ്തൊരു ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ പഠിച്ചു വെച്ച കാര്യങ്ങൾ, നിങ്ങളുടെ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ ബ്രെയിനിലുണ്ട്, അതിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്, ഓക്കെ ഞാൻ പഠിച്ചത് ഇതാണ് ഇതിന്റെ ആൻസർ. ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ കൺഫ്യൂഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആയിരിക്കുമോ, ഓപ്ഷൻ ബി ആയിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഫില്ലപ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇട്ട് കൊടുക്കും ഫില്ലപ്സിന്റെ അകത്തേക്ക്, എന്നിട്ട് ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ നോക്കും ഇത് ചേരുന്നുണ്ടോ. ഇംഗ്ലീഷൊക്കെ മെജോറിറ്റി ആസ്പിറൻസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കും ഫില്ലപ്സിന്റെ അകത്തോട്ട്, എന്നിട്ട് ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ആ സെന്റൻസ് പോകുന്നുണ്ടോ, ഓക്കെ ആ ഫ്ലോ സെറ്റ് ആണെങ്കിൽ ആൻസർ അതായിരിക്കും. അങ്ങനെയൊന്നും പോയി നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ചെയ്യരുത്. കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക, ഗ്രാമാറ്റിക്കൽ കോൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുക, നിങ്ങളുടെ കോംപ്രിഹെൻഡിങ് എബിലിറ്റി വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് ആൻസർ അത് തന്നെയാണോ വരുന്നതെന്നുള്ളത് പലതവണ ക്രോസ് ചെക്ക് ചെയ്യുക. 100% ഉറപ്പാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക,
ആൻസർ മാർക്ക് ചെയ്യുക. അറിയില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട. കാരണം ചെയ്യാൻ പോയാൽ അത് തെറ്റായിരിക്കും. കാരണം ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച പോലെ ഒന്നും അല്ല. കാര്യങ്ങൾ നല്ല രീതിക്ക് ഡിഫറെന്റ് ആണ്. പോരാത്തതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു എക്സാം ആണെങ്കിൽ ഞാൻ നിങ്ങളോട് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയും. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷെ ഇതിനെന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമുക്ക് 0.50 SSC CGL-ന് എന്ത് വരുന്നുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. 100% ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അല്ലാതെ വെറുതെ നിങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കരുത്. സോ സേഫ് ഫോക്കസ് എന്ന് പറയുന്നത് 155 to 160 പ്ലസ് ഔട്ട് ഓഫ് 200 സ്കോർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്ത് പ്രിലിംസിന് വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസ് എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. മെയിൻസിലെ മാർക്കാണ് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എടുക്കുന്നത് മെയിൻസിലെ മാർക്കാണ്. സോ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനം, അതായത് അഡ്വാൻസ് ലെവൽ ഓഫ് സ്റ്റഡി യു ഷുഡ് ഇൻകോപ്പറേറ്റ് ഇറ്റ് ബൈ ദ ടൈം ഓഫ് സ്റ്റഡിങ് ഫോർ ദ പ്രിലിംസ്. പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, സോൾവ് ഓൾ PYQs ഫ്രം 2020 to 2025. SSCയുടെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. ലൈക്ക് ബാങ്ക് എക്സാംസ് പോലെ അല്ല, SSC മോർ ഡിഫറെന്റ് ആണ്. SSCയിൽ കൂടുതലും PYQs ചോദിക്കാറുണ്ട്, റെപ്പറ്റീറ്റീവ്ലി ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഇഡിയംസ് ഫ്രേസസ് ഒക്കെ റെപ്പറ്റീറ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ GKs മിക്കതും റെപ്പറ്റീറ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ, സ്റ്റാറ്റിക്, GA, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെപ്പറ്റീറ്റീവ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ അതെല്ലാം PYQ ബേസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവുക. മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, എപ്പോഴും ഒരു 150 പ്ലസ് റോ സ്കോർ മോക്കിൽ കിട്ടുന്നത് പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. കറണ്ട് അഫയേഴ്സിൽ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് സ്റ്റാറ്റിക് GKയും ഫോക്കസ് ചെയ്യുക. ആസ് ദേ ആർ ദ മെയിൻ ടൈം സേവേഴ്സ് ആൻഡ് സ്കോർ ബൂസ്റ്റേഴ്സ് ദാറ്റ് യു ഓൾറെഡി നോ. കറണ്ട് അഫയേഴ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി ജനറൽ അവയർനെസിന്റെ കേസിൽ എങ്ങനെയാണ് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നത്? GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. സോ അത് ടൈം സേവർ ആണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് ടൈം സേവറായി മാറുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ CGL SSC പ്രിലിംസ് CGL അനാലിസിസ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഏകദേശം ഇപ്പൊ ഞാൻ പറഞ്ഞ മറക്കണ്ട, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് SSC CGLന്റെ പ്രിലിംസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 150 പ്ലസ് എങ്ങനാണെങ്കിലും എയിം ചെയ്യുക. ആൻഡ് ഒരു 75 to 80 എബോവ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നോക്കുക. 80 പ്ലസ് ചെയ്താൽ എപ്പോഴും ഫൈൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ഷിഫ്റ്റ് പാടാണെങ്കിൽ കുഴപ്പമില്ല. ആക്യുറസി കീപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവ് മൈൻഡിൽ ഉണ്ടെങ്കിലും ഷിഫ്റ്റ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ പാനിക് ആവാതെ ഈ ഒരു അനാലിസിസും മൈൻഡിൽ വെച്ചിട്ട്, കട്ട് ഓഫ് മൈൻഡിൽ വെച്ചിട്ട് പ്രിലിംസ് എക്സാമിനേഷൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കോണ്ടന്റ്സ് എന്തെങ്കിലും കൂടുതൽ അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ എൻട്രിയിലെ SSC CGLന്റെ ബാച്ചസ് എല്ലാം തന്നെ ഓപ്പൺ ആണ്. ഡിസ്കൗണ്ട് പ്രൈസിൽ, ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയാണെങ്കിൽ കോഴ്സുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ എൻട്രിയിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? എൻട്രിയിൽ കൂടുതലും പോകുന്നത് ഗോൾഡ് ബാച്ചസ് ആണ്. ഗോൾഡ് ബാച്ചസിൽ നമ്മൾക്ക് സ്റ്റഡി പ്ലാനോ, അതായത് ഇപ്പോൾ ഒരു 6 month ഗോൾഡ് ബാച്ച് ആണെന്നുണ്ടെങ്കിൽ day 1 to day 180 ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും പോകുന്നത്. ദാറ്റ് ഇൻ എ സ്ട്രക്ചേർഡ് സ്റ്റഡി മാനർ. ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊരു ക്ലിയർ ഐഡിയ വെച്ചിട്ട് ഇന്ന ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് with expert mentorship and expert faculty assistance. So if you have any doubt, just call at this number. So that's all about today's session. It's me, Amisha, signing off. Thank you.